ആരും നോക്കി നിന്നു പോകും, അത്രയ്ക്കഴകുണ്ട്. പൂവിന്റെ നിറവും രൂപവും വലിപ്പവും പ്രത്യേകതകളുള്ളത് തന്നെ. വള്ളിച്ചെടിയായി മുളയ്ക്കും, ഉയരങ്ങൾ കീഴടക്കും. മൊട്ടു വിരിഞ്ഞു തുടങ്ങുന്ന ഘട്ടം മുതലുള്ള നോട്ടം കൗതുകം പകരുന്നതാണ്. തിരുവല്ല കിഴക്കൻമുറി ശ്രീഗോവിന്ദത്തിലാണ് അരിസ്റ്റലോക്കിയ പൂവിട്ട് നിൽക്കുന്നത്. പൊതുവെ ഇവിടെ ഇത്രയും ചെടികളും ഇതുമൊക്കെ ഉള്ളതുകൊണ്ട് കിളികൾ വരാറുണ്ട്. ഒരുപാട് കുരുവികളും മറ്റുള്ളതുമുണ്ട്. പിന്നെ നമ്മൾ ഓടിച്ചു വിടാറില്ല. വേറെ ഇത് പിന്നെ പ്രത്യേകിച്ച് ഇതൊരു മണമായിട്ട് ഒന്നും പറയാനില്ല. ശ്രീഗോവിന്ദത്തിലെ മുറ്റം നിറയുന്ന ചെടികളിൽ വിശേഷ ഇനമാണ് ഗരുഡക്കൊടി എന്ന് മലയാളത്തിൽ വിളിപ്പേരുള്ള ഈ വള്ളിച്ചെടി. ഒത്തിരി ആൾക്കാരിങ്ങനെ കാണുമ്പം ചോദിക്കാറുണ്ട് ഇത് എന്താണെന്ന്. ഞങ്ങൾ അതിനെ വിട്ടിരിക്കുന്ന പേര് ബാറ്റ് ഫ്ലവർ. തീരെ ചെറിയൊരു തയ്യാണ് മേടിച്ചത്. ഒരു 6 മാസം 1 വർഷം കൊണ്ട് പൂവായി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് പൂവാണ്. പിന്നെ ഇതുവരെ പൂവില്ലാതെ ഒരു ദിവസം പോലും ഇരിക്കത്തില്ല. കണ്ടിന്യൂസ് പൂവായിട്ടേ ആയിരിക്കും. നീണ്ട വീതിയേറിയ ദളങ്ങൾ, ഊത നിറമാണ്. നാഡീചരമ്പുകൾ പടർന്നു കയറിയതുപോലെ ഇതിലേക്ക് വെള്ള നിറം തൂക്കിയിട്ടുണ്ട്. മധ്യഭാഗത്ത് സൂര്യശോഭയും. ഈ ചെടി അരിസ്റ്റലോക്കേസിയ ഫാമിലിയിൽപ്പെട്ട അരിസ്റ്റലോക്കിയ ജീനസിലുള്ള ജജാൻഷ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണിത്. നമ്മുടെ നാട്ടിൽ ഇതൊരു ഗാർഡൻ പ്ലാന്റായിട്ടാണ്, അല്ലെങ്കിൽ ഓർണമെൻ്റൽ പ്ലാന്റായിട്ടാണ് ഇത് വളർത്തുന്നത്. ഇത് ബ്രസീലിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പ്ലാന്റാണ്. ഈ അരിസ്റ്റലോക്കിയ പ്ലാന്റിൻ്റെ പ്രത്യേക ഔഷധ ഗുണമുള്ള ഒരു കോമ്പൗണ്ടാണ് അരിസ്റ്റലോയിക് ആസിഡ് എന്ന് പറയും. അരിസ്റ്റലോയിക് ആസിഡ് എന്ന് പറയുന്നത് ഇത് ആൻറ്റിഡോട്ടാണ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്നേക്ക് പോയിസണിങ്, അതുപോലെ തന്നെ സ്പൈഡർ ബൈറ്റ് ചെയ്യുന്നതിനും ഒക്കെ എതിരായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ഈ അരിസ്റ്റലോയിക് ആസിഡ് എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേക ഔഷധ ഗുണമെന്ന് പറയുന്നത്. തമിഴിൽ ഈശ്വരമൂലി എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. അലങ്കാര സസ്യമെങ്കിലും ആയുർവേദത്തിൽ വിശേഷ ഔഷധമെന്നതാണ് സ്ഥാനം. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. അഭിലാലെ കാണുമ്പോൾ തന്നെ ഒരു കൗതുകമൊക്കെ തോന്നിപ്പോവും അല്ലേ? നമ്മൾ പക്ഷേ പലരും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെയായിരിക്കാം. മനോഹരമാണ്. അപ്പോൾ വളർത്തിയെടുക്കുന്നതിലായാലും വലിയ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ആയുർവേദത്തിലൊക്കെ ഒരുപാട് വിശേഷങ്ങളുള്ളൊരു പൂ കൂടിയാണല്ലേ? നട്ടു വളർത്തിയാൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ പൂവിടും. മാംസഭാഗം മുറിച്ചു വെച്ചതുപോലെ തന്നെ തോന്നും. ഇത് പ്രാണികളെ ആകർഷിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതിൻ്റെ കൊറോള ട്യൂബ് വളരെ ഇടുങ്ങിയതും നാരുകളേറെ നിറഞ്ഞതുമാണ്. ചുരുക്കത്തിൽ ഒരു ചെറു പ്രാണി ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ വളരെ വേഗത്തിൽ തിരിച്ചു വരികയില്ല. പ്രാണികൾ മൂലമുള്ള പരാഗണം ഉറപ്പാക്കുന്നതിന് പ്രകൃതി തന്നെ നൽകിയ ഒരു രൂപ ആകൃതിയാണ് ഈ ചെടിക്ക് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. മറ്റൊന്ന്, ഇത് അലങ്കാര സസ്യം എന്നുള്ള രീതിയിലാണ് ചുരുക്കം ഇടങ്ങളിലെങ്കിലും വളർത്തി വരുന്നത്. എന്നാൽ ഔഷധ പ്രാധാന്യം കൂടി ഇതിനുണ്ട്. പാമ്പിൻ വിഷം, അതോടൊപ്പം തന്നെ എട്ടുകാലിയുടെ വിഷം എന്നിവയ്ക്ക് അത്യുത്തമമാണ്. പക്ഷേ വിദഗ്ധ അഭിപ്രായത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് അത്തരത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ശരിയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ആയുർവേദത്തിലൊക്കെ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു പുഷ്പം കൂടിയാണ്. എന്നാലും നമ്മൾ കാണുമ്പോൾ ഒരുപാട് കൗതുകം തോന്നിപ്പോകുമല്ലോ. അത്രത്തോളം മനോഹരം കൂടിയാണ്. ശരി അഭിലാൽ.